കണ്ടെത്തിയ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. പാലക്കാട്ടെ കെപിസിസി ഓഫീസിൽ കെ സുധാകരൻ അടക്കം കോൺഗ്രസ് നേതാക്കൾ ഷോൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തു. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് ഞാനെന്ന് സന്ദീപ് കെപിസിസി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് സ്നേഹവും കരുതലും ഞാൻ പ്രതീക്ഷിച്ചുവെന്നതാണ് എന്റെ തെറ്റ്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമടക്കം നേതാക്കൾ കെപിസിസി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സന്ദീപിനെ സ്വാഗതം ചെയ്തു. സന്ദീപ് വാര്യരെ പോലൊരു വർഗീയതയുടെ കാളിയനെ കഴുത്തിലണിയാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്ന് CPM നേതാവ് MP രാജേഷ്. നൂറുകണക്കിന് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയയാളെ അവർ തന്നെ തലയിൽ കൊണ്ടു നടക്കട്ടെ. വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തിലണിയാനും അലങ്കാരമായി കൊണ്ടു നടക്കാനും കോൺഗ്രസിന് മാത്രമേ കഴിയൂ. അവർക്കേ അതിനുള്ള അർഹതയുള്ളൂ. CPIM-ഉം ഇടതുപക്ഷവും വർഗീയതയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്കുമില്ല. സന്ദീപിനെ കോൺഗ്രസ് കൊണ്ടു നടക്കണമെന്നും MP രാജേഷ് പറഞ്ഞു. BJP വിട്ട് കോൺഗ്രസിൽ അംഗത്വമെടുത്ത സന്ദീപ് വാര്യരെ കുറിച്ച് ചാനൽ ചർച്ചകളിലെ സ്ഥിരം എതിരാളിയായിരുന്ന ജ്യോതികുമാർ ചാമക്കാല. സന്ദീപ് സ്വന്തം പാർട്ടിയിലെത്തിയപ്പോൾ നല്ലൊരു എതിരാളിയെ നഷ്ടമായെന്നാണ് ചാമക്കാല പറയുന്നത്. ചാനൽ ചർച്ചകളിലെ BJPയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന സന്ദീപ് വാര്യരോട് ചർച്ചകൾക്കിടെ രൂക്ഷമായി വഴക്കിട്ടിട്ടുണ്ട്. പക്ഷേ പിണക്കമില്ല. നല്ലൊരു എതിരാളിയെ നഷ്ടമായ സങ്കടം മാത്രമേ ഉള്ളൂവെന്നും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു. പി സരിൻ LDF സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസും BJPയും അങ്കലാപ്പിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ അങ്കലാപ്പ് സ്വാഭാവികമാണ്. ഇതോടെ എല്ലാ തെറ്റായ വഴിയും സ്വീകരിച്ച് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മേപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നാളെ കോൺഗ്രസിന്റെ ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇന്ന് നടന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയായിരുന്നു സംഘർഷം. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടർമാരുടെ പ്രത്യേക പട്ടിക ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം തയ്യാറാക്കുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലും മറ്റു മണ്ഡലങ്ങളിലും വോട്ടുള്ളവരുടെ പട്ടികയാണ് തയ്യാറാക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ തന്നെ 2 ബൂത്തുകളിൽ വോട്ടുള്ളവർക്ക് ഒരിടത്ത് വോട്ട് ചെയ്യാം. ഇത്തരത്തിലുള്ളവരുടെ പട്ടികയും പ്രത്യേകമായി തയ്യാറാക്കുന്നുണ്ട്. ഇത് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറും. 2 ബൂത്തുകളിൽ വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഫോട്ടോ പകർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യും. വയനാട് ഉരുൾപൊട്ടലിൽ സഹായം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രധാനമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വന്നത് മൃതശരീരങ്ങൾ കണ്ട് ആസ്വദിക്കാനാണെന്നും ഗുജറാത്ത് കൂട്ടക്കൊലയുടെ ഭൂതകാല സ്മരണ എന്നോണമാണ് സന്ദർശനം നടത്തിയതെന്നും സ്വരാജ് വിമർശിച്ചു. മനസാക്ഷി തൊട്ടു തീണ്ടാത്ത പ്രധാനമന്ത്രി കേരളത്തെ വഞ്ചിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം മനുഷ്യൻ എന്ന പദത്തിന് അർഹനല്ലാത്ത വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും പറഞ്ഞു. വയനാട് ദുരിതാശ്വാസം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാന സർക്കാർ കയ്യിലുള്ള ഫണ്ട് ചിലവഴിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ ഗവർണർ കൃത്യമായി കണക്കുകൾ കേന്ദ്രത്തെ ബോധിപ്പിച്ചാൽ ഫണ്ട് കിട്ടുമെന്നും പറഞ്ഞു. ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വാദങ്ങൾ ശരിയല്ലെന്നും മറ്റാരേക്കാളും വയനാട്ടിലെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കാണ് തനിക്ക് വിശ്വാസമെന്നും ഗവർണർ കൊച്ചിയിൽ പറഞ്ഞു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 18 കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുവെന്ന് കേരളം. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത്. 8 കേസുകളിലെ പ്രതികളുടെ പേര് FIR-ൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 10 സംഭവങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടന്നുവരികയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും കേസിൽ ഇരകൾക്ക് താൽപര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാനാകില്ലെന്നും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ പറയുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ഉടൻ കുറ്റസമ്മതം നൽകും. AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാകും കുറ്റപത്രം നൽകുക. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏറെക്കാലമായുള്ള അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും വിരാമമിട്ട് ശബരിമലയിൽ റോപ്പ് വേ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ. വനം വകുപ്പിന്റെ എതിർപ്പ് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന വനം ഭൂമിക്ക് പകരം ഭൂമി നൽകിയുമാണ് സർക്കാർ ശബരിമലയിൽ നടപ്പാക്കുന്ന റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. ശബരിമലയിൽ ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള നിർണായക ഉത്തരവും സർക്കാർ പുറത്തിറക്കി. വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി ദേവസ്വം മന്ത്രി VN വാസവൻ. 30,000 പേരാണ് വെള്ളിയാഴ്ച ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത്. ഇതിൽ 26,942 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 1,872 ഭക്തരും വന്നു. VIP-കൾ ഉൾപ്പെടെ ആകെ 30,687 ഭക്തരാണ് വെള്ളിയാഴ്ച വൈകിട്ട് നട തുറന്ന ശേഷം ദർശനത്തിന് എത്തിയത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി,
കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചത്. അടുത്ത 3 മണിക്കൂറിൽ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇരു മുന്നണികളും തമ്മിൽ കടുത്ത മത്സരം. കൊണ്ടും കൊടുത്തും പ്രചാരണം മുന്നേറുമ്പോൾ സംസ്ഥാനം ഇതുവരെ കാണാത്ത ആവേശം പ്രചാരണത്തിനുണ്ട്. NDAയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിയുമാണ് പ്രചാരണത്തിന്റെ പ്രധാന മുഖങ്ങൾ. പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തി 11 റാലികൾ നടത്തിയ BJP, കേന്ദ്രമന്ത്രി അമിത് ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി ദേശീയ സംസ്ഥാന നേതാക്കളെ എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയിൽ വ്യവസായി ഗൗതം അദാനി പങ്കെടുത്തെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് അജിത് പവാർ. അതേസമയം ഡൽഹിയിലെ അദാനിയുടെ വസതിയിൽ വെച്ചായിരുന്നു യോഗം നടന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. നടൻ ധനുഷിനെതിരെ രൂക്ഷ വിമർശനവുമായി തെന്നിന്ത്യൻ താരറാണി നയൻതാര. ധനുഷ് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന ആളാണെന്നും ആരാധകർക്ക് മുന്നിൽ കാണിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല ധനുഷിനുള്ളതെന്നും നയൻതാര കുറ്റപ്പെടുത്തി. മുഖംമൂടി അണിഞ്ഞാണ് ലോകത്തിനു മുന്നിൽ ധനുഷ് നടക്കുന്നത്. ലോകം എല്ലാവർക്കുമുള്ളതാണ്. സിനിമാ പാരമ്പര്യമില്ലാത്ത ഒരാൾ വലിയ വിജയങ്ങൾ നേടുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കണമെന്നും നയൻതാര ഇൻസ്റ്റഗ്രാമിൽ പുറത്തുവിട്ട തുറന്ന കത്തിൽ പറയുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യിൽ വമ്പന്മാർ തങ്ങൾ തന്നെയെന്ന് അടിവരയിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ സംഘത്തിന്റെ മടക്കയാത്ര. 4 മത്സര പരമ്പരയിൽ 3ലും ജയം നേടിയാണ് ഇന്ത്യ പരമ്പര പിടിച്ചത്. മലയാളി താരം സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് പ്രോട്ടീസ് ബോളർമാരെ അടിച്ചമർത്തുന്ന കാഴ്ചയ്ക്കാണ് ഇന്നലെ ജോഹന്നാസ്ബർഗിലെ വാൻഡേ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 2ാം വിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി കൂട്ടുകെട്ടിലെത്തി ഇരുവരും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ റെക്കോർഡ് സ്കോറാണ് സ്വന്തമാക്കിയത്. ഇരുവരും സെഞ്ചുറി നേടിയ മത്സരത്തിൽ നിരവധി റെക്കോർഡുകളും പിറന്നു.